യൂത്ത് കോൺഗ്രസിനെ വിമർശിച്ചും SFIയെ പുകഴ്ത്തിയും PJ കുര്യൻ. ശുഭിത യൗവനത്തെ SFI കൂടെ നിർത്തുന്നു. എന്നാൽ യൂത്ത് കോൺഗ്രസിൽ യുവാക്കളില്ലെന്നും PJ കുര്യൻ. രാഹുൽ മാങ്കൂട്ടത്തിനെ ഉൾപ്പെടെ വേദിയിലിരുത്തിയായിരുന്നു KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗത്തിന്റെ വിമർശനം. അതേസമയം PJ കുര്യനെതിരെ അധിക്ഷേപവുമായി കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തി. വാർത്തയുടെ സമഗ്ര വിവരങ്ങൾ നൽകാൻ സുജുറ്റി ബാബു ഉണ്ട്. റിപ്പോർട്ട് കാണാം. PJ കുര്യൻ KSUവിനും യൂത്ത് കോൺഗ്രസിനുമെതിരെ രൂക്ഷ വിമർശനമാണ് നടത്തിയത്. KSUവിനും കോൺഗ്രസിനും എതിരെ രൂക്ഷ വിമർശനം നടത്തുമ്പോൾ SFIയെ പ്രകീർത്തിക്കാനും PJ കുര്യൻ മറന്നിട്ടില്ല. പ്രത്യേകിച്ച് SFIയുടെ യൂണിവേഴ്സിറ്റി സമരത്തെ PJ കുര്യൻ ആ സമരത്തിൽ പങ്കെടുക്കുന്ന യൂണിവേഴ്സിറ്റി സമരത്തിൽ പങ്കെടുക്കുന്ന SFIയുടെ പ്രവർത്തകരുടെ ശുഭിത യൗവനം കണ്ടില്ലേ എന്നാണ് KSU പ്രവർത്തകരോട് ചോദിക്കുന്നത്. മാത്രമല്ല വിമർശനങ്ങളുണ്ടെങ്കിലും CPIMന്റെ സംഘടനാ ശക്തിയുണ്ടെന്ന് PJ കുര്യൻ പറഞ്ഞു വെക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കുന്നതിനെയും PJ കുര്യൻ വിമർശിക്കുന്നു. അത്തരത്തിലൊരു വിമർശനം PJ കുര്യൻ ഉന്നയിച്ചത് പത്തനംതിട്ടയിൽ നടന്ന വെള്ളിയാഴ്ച നടന്ന സമരസംഗമം എന്ന KPCC അധ്യക്ഷൻ ഉൾപ്പെടെ പങ്കെടുത്ത പരിപാടിയിലാണ് PJ കുര്യൻ ഇത്തരമൊരു അഭിപ്രായ പ്രകടനം നടത്തിയത്. എന്തെല്ലാം എതിർപ്രചരണം ഉണ്ടെങ്കിലും അവരുടെ സംഘടന എത്ര ശക്തമാണ്. ഇന്നലെ SFIയുടെ സമരം നിങ്ങൾ കണ്ടില്ലേ? യൂണിവേഴ്സിറ്റി ചെന്ന് അതാ അഗ്രസീവായ യൂത്തിനെ അവരവരുടെ കൂടെ നിർത്തുന്നു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഉണ്ട്. അദ്ദേഹത്തെ വല്ലപ്പോഴൊക്കെ TV-യിലൊക്കെ കാണും. എന്തുകൊണ്ട് ഓരോ മണ്ഡലത്തിലും പോയി ചെറുപ്പക്കാരെ വിളിച്ചു കൂട്ടുന്നില്ല? ഇതിൽ നിന്ന് വ്യക്തമാണ് PJ കുര്യൻ സംഘടനയ്ക്കുള്ളിലുള്ള അതൃപ്തിയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ ശേഷി നശിച്ചതിനെ പറ്റിയുമുള്ള വിമർശനമാണ് PJ കുര്യൻ മുമ്പോട്ട് വെച്ചത്. ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് അധികാരം പിടിക്കണമെങ്കിൽ ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാകണമെന്ന തരത്തിലാണ് PJ കുര്യൻ നടത്തിയത്. എന്നാൽ PJ കുര്യന്റെ വിമർശനം മാധ്യമങ്ങളിൽ വാർത്തയായതിനു പിന്നാലെ രൂക്ഷ വിമർശനമാണ് നവമാധ്യമങ്ങൾ വഴി യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്ന മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ബിന്ദു ബിനു നടത്തിയ പ്രസ്താവന അല്പം അതിരുകടക്കുന്ന തരത്തിലാണ്. പഴയകാല പീഡന കേസുകളിൽ പ്രതിയായിട്ടല്ല, അല്ലെങ്കിൽ സ്ത്രീ പീഡന കേസിൽ പ്രതിയായിട്ടല്ല യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ TV കാണുന്ന ബിന്ദു ബിനുവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. PJ കുര്യൻ ഈ യൂത്ത് കോൺഗ്രസിനെ വിമർശിക്കുമ്പോൾ ജില്ലാ അധ്യക്ഷനെ വല്ലപ്പോഴും TV-യിൽ കാണാറുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിന് മറുപടിയായിട്ടാണ് ബിന്ദു ബിനു എത്തിയത്. മറ്റൊരു യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയുടെ ജിതിൻ നൈനാൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത് ഇനി സാർ വിളിയില്ല എന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതികരണത്തിലും ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല യൂത്ത് കോൺഗ്രസ് തരത്തിൽ രാഹുൽ മാങ്കൂട്ട് സംസ്ഥാന അധ്യക്ഷനും പ്രതികരിക്കുന്നു. അങ്ങനെ PJ കുര്യൻ്റെ പ്രതികരണം വന്നതിന് ശേഷം തൊട്ടു പിന്നാലെ PJ കുര്യനെതിരെ വിമർശനവും അധിക്ഷേപവുമാണ്. പല ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ കമൻറ്റുകളിൽ അസഭ്യ വർഷവുമുണ്ട്. അങ്ങനെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയും രാജ്യത്ത് തന്നെ മുതിർന്ന നേതാവായ PJ കുര്യൻ്റെ വിമർശനത്തിന് അസഹിഷ്ണുതയോടെയാണ് യൂത്ത് കോൺഗ്രസിനെയും മഹിളാ കോൺഗ്രസിനെയും ചില കോൺഗ്രസ് നേതാക്കളുടെയും പ്രതികരണമെന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും PJ കുര്യൻ ഇനിയും എന്താണ് പറയാനുള്ളതും കൂടി അറിയാനുള്ളതാണ് നാളെ കാത്തിരിക്കുന്നത്. കാരണം ഇത്രയേറെ അസഹിഷ്ണുതയുടെ വിമർശനം വന്ന ഘട്ടത്തിലാണ് ഇത്തരമൊരു ചോദ്യം വരുന്നത്. SFIയുടെ ക്ഷുഭിത യൗവനം കണ്ടില്ലേ, അവരുടെ സംഘടനാ മികവ് കണ്ടില്ലേ എന്നൊരൊറ്റ ചോദ്യമാണ് ഇപ്പോൾ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും ഒക്കെ PJ കുര്യനെതിരെ ഇങ്ങനെ കൂട്ടാക്രമണം നടത്തുന്നത് എന്നതുകൂടിയുണ്ട്. സുജുറ്റി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.